ക്രിക്കറ്റർ ആയില്ലെങ്കിൽ ആരാകുമായിരുന്നു എന്ന ചോദ്യം ശിഖർ ധവാനോട് ചോദിക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല. ഷോലെ സിനിമയിലെ ഗബ്ബർ സിംഗ് സ്റ്റൈലിൽ ചാടി വീണു ധവാൻ ചോദ്യകർത്താവിനെ പോലും ഞെട്ടിച്ചു കളയും. ക്രിക്കറ്റർ ആയിരിക്കെ തന്നെ മറ്റു പലതുമാണ് താനെന്ന് ധവാൻ അനായാസം തെളിയിച്ചിട്ടുണ്ട്. കൊമേഴ്സ് ബിരുദവും IBPS നേടി ബാങ്ക് ഉദ്യോഗസ്ഥനാകാൻ യോഗ്യത നേടിയ അയാൾ ഭംഗിയായി ഓടക്കുഴലൂതുകയും ദോലക് വായിക്കുകയും ഭക്തിഗാനങ്ങൾ പാടുകയും ചെയ്യുന്ന സംഗീത നിപുണൻ, ഒന്നാന്തരം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, ഫിറ്റ്നസ് സെന്ററുകളിലെ ശൃംഖല പടുത്തുയർത്തിയ സംരംഭകൻ, പ്രൊഫഷണൽ ബൈക്ക് റൈഡർ എന്നിങ്ങനെ ശിഖർ ധവാൻ എന്ന ഡൽഹി സ്വദേശി പ്രതിഭ തെളിയിച്ച മേഖലകൾ നീളുന്നു. പക്ഷെ ക്രിക്കറ്റ് പ്രേമികൾക്ക് ധവാൻ എന്നാൽ ഒറ്റ വിശേഷണം മാത്രം: ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഇടംകയ്യൻ ഓപ്പണർമാരിൽ ഒരാൾ. വീരേന്ദ്ര സെവാഗും ഗൗതം ഗംഭീറുമൊക്കെ ഭരിച്ചിരുന്ന ഡൽഹി ക്രിക്കറ്റ് ടീമിലേക്ക് ഒരു 350cc റോയൽ എൻഫീൽഡ് മോട്ടോർ സൈക്കിൾ ഓടിച്ചു കയറി വന്ന താരമാണ് ധവാൻ. 2004 അണ്ടർ-19 ലോകകപ്പിൽ 3 സെഞ്ചുറി അടക്കം 505 റൺസ് നേടി ശ്രദ്ധ നേടിയെങ്കിലും ഡൽഹി ടീമിൽ നിന്ന് ലഭിച്ച കളി അനുഭവങ്ങൾ തന്നെയായിരുന്നു ധവാന്റെ കരിയറിൽ നിർണായകമായത്. വിക്കറ്റ് കീപ്പറാകണമെന്ന് മോഹം മാറ്റിവെച്ച് ബാറ്റിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഡൽഹിക്ക് വേണ്ടി കളിക്കുന്ന കാലത്താണ്. പന്തിന്റെ ലൈനും ലെങ്ത്തും അതിവേഗം മനസ്സിലാക്കി ബാറ്റ് വീശാൻ ധവാൻ മികവാർജിച്ചു. പക്ഷെ ദേശീയ ടീമിന് വേണ്ടിയുള്ള അരങ്ങേറ്റം അത്ര ശോഭനമായില്ല. 2010 ഓസ്ട്രേലിയക്കെതിരെയായിരുന്നു ആദ്യ ഏകദിനം. ആദ്യ കളിയിലും രണ്ടാം കളിയിലും 0-ന് പുറത്ത്. പിന്നീട് മോശം ഫോമിൽ ഉഴറിയ 3 വർഷങ്ങൾ. തോറ്റമ്പി നിൽക്കുകയാണെങ്കിലും ആറ്റിറ്റ്യൂഡ് വിട്ടൊരു കളി അന്നും ഉണ്ടായിരുന്നില്ല. 2013 ടെസ്റ്റ് ടീമിൽ ഇടം പിടിച്ച ധവാന് ടെസ്റ്റ് ക്യാപ്പ് സമ്മാനിച്ചത് സച്ചിനാണ്. ധവാന്റെ മികവിൽ വിശ്വാസമുണ്ടായിരുന്ന സച്ചിൻ അന്ന് തൊപ്പി നീട്ടിക്കൊണ്ട് പറഞ്ഞു, "നീ തന്റേടിയാണെന്നറിയാം, അതിൽ കുറച്ച് തന്റേടെ ഞങ്ങളെ കാണിച്ചു തരൂ." ഓസ്ട്രേലിയ തന്നെയായിരുന്നു വീണ്ടും എതിരാളികൾ. ആ കളിയിൽ 85 പന്തിൽ സെഞ്ചുറിയുമായി ധവാൻ സ്ഥാപിച്ച റെക്കോർഡ് ഇന്നും തകർന്നിട്ടില്ല. അരങ്ങേറ്റ മത്സരത്തിൽ ഏറ്റവും വേഗത്തിൽ സെഞ്ചുറി നേടുന്ന താരം. 174 പന്തിൽ 187 റൺസ് ധവാൻ അന്നു കുറിച്ചു. സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്നവരെന്നും ചീത്തപ്പേരുള്ള ചില ഇന്ത്യൻ ബാറ്റർമാരുടെ നിരയിൽ ശിഖർ ധവാൻ ഇല്ല. സായിപ്പിനെ കണ്ടപ്പോഴൊക്കെ ആന് കവാത്ത് നടത്തിയാണ് ശീലം. ടെസ്റ്റിലും ഏകദിനത്തിലുമായി ധവാന്റെ പേരിലുള്ളത് 24 സെഞ്ചുറികൾ. അതിൽ 17 വിദേശ പിച്ചുകളിൽ. ഇംഗ്ലണ്ട്, ദക്ഷിണാഫ്രിക്ക, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ടീമുകളും പിച്ചുകളും ധവാന്റെ കൈക്കര്യത്തിന്റെ സ്ഥിരം വേട്ടമൃഗങ്ങളായി. ഈ രാജ്യങ്ങളിൽ 44.03 ധവാന്റെ ബാറ്റിംഗ് ശരാശരി. 8 സെഞ്ചുറികളും ഇവിടെ നേടി. ഇടംകൈയ്യൻ ഓപ്പണറായി ഒരു പതിറ്റാണ്ടിലേറെ ധവാൻ ഇന്ത്യൻ ടീമിൽ മീശ പിരിച്ചു, നെഞ്ചു വിരിച്ചു കളിച്ചു. സച്ചിൻ, ഗാംഗുലി ഓപ്പണിംഗ് ജോഡിക്കൊപ്പം നിൽക്കുന്ന വിധം രോഹിത് ശർമ്മയുമായി ചേർന്ന് സുശക്തമായ ഓപ്പണിംഗ് ജോഡി പടുത്തുയർത്തി. ഗുസ്തി ശൈലിയിൽ സ്വന്തം തുടയിൽ കൈകൊണ്ട് ആഞ്ഞടിക്കുന്ന സെലിബ്രേഷൻ കാണാൻ ധവാന്റെ ക്യാച്ചുകൾക്ക് വേണ്ടി ആരാധകർ ക്ഷമയോടെ കാത്തിരുന്നു. ICC ലോകകപ്പുകളിലും ചാമ്പ്യൻസ് ട്രോഫികളിലും ധവാന്റെ ബാറ്റിംഗ് ശരാശരി 65-ന് മുകളിലാണ്. ഈ ടൂർണമെന്റുകൾ കുറഞ്ഞത് 1000 റൺസെങ്കിലും സ്കോർ ചെയ്തവരുടെ നിരയിൽ 1-ാം സ്ഥാനം. 2013 ചാമ്പ്യൻസ് ട്രോഫിയിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റായി. 2015 ലോകകപ്പിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ റൺ വേട്ടക്കാരനും. ചാമ്പ്യൻസ് ട്രോഫിയിൽ 2 ഗോൾഡൻ ബാറ്റുകൾ നേടിയ ആദ്യ താരമാണ് ധവാൻ. ഒരു ടെസ്റ്റിലെ ആദ്യ ദിവസം ഉച്ചഭക്ഷണത്തിന് മുമ്പ് സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ ബാറ്ററായി. ഇന്ത്യയെ 15 മത്സരങ്ങളിൽ നയിച്ചു. IPL ഡൽഹി അടക്കമുള്ള ടീമുകൾക്കായി സ്ഥിരതയാർന്ന പ്രകടനം പുറത്തെടുത്തു. 2019 ലോകകപ്പിൽ ഓസ്ട്രേലിയക്കെതിരെയ ധവാന്റെ പോരാട്ടം എക്കാലവും ഓർക്കപ്പെടും. വ്യക്തിഗത സ്കോർ 25-ൽ നിൽക്കെ 150 കിലോമീറ്റർ വേഗത്തിലൊരു പന്ത് വന്ന് പതിച്ച് ധവാന്റെ തള്ളവിരൽ ഒടിഞ്ഞു. വേദന സംഹാരികളുടെ സഹായത്തോടെ പിച്ചിൽ പിടിച്ചു നിന്ന ധവാൻ അന്ന് സ്കോർ ചെയ്തത് 117 റൺസ്. പിന്നീട് ക്രിക്കറ്റ് സ്റ്റേഡിയത്തെ ഒന്നാകെ ത്രസിപ്പിച്ച ധവാന്റെ തിരിച്ചുവരവ് ക്രിക്കറ്റ് ലോകം കണ്ടില്ല.